ഹലോ, ഞാൻ ബിന്ദു സമ്പത്ത്, ഇൻ്റർനാഷണലി സർട്ടിഫൈഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഹെയർ സ്റ്റൈലിസ്റ്റ് ആൻഡ് സാരി ഡ്രൈവേഴ്സ്. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ചെറിയ ഹെയർ സ്റ്റൈലിംഗ് വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ ഇത് വന്നിട്ട് നമുക്ക് തനിയെ ഏതെങ്കിലും ഫംഗ്ഷന് പോകണമെങ്കിൽ യൂസ് ചെയ്യാം, സാധാ കോമൺ കാര്യങ്ങൾക്ക് പോകുമ്പോഴും യൂസ് ചെയ്യാം. ബ്രൈഡ്സിന് വേണ്ടിയിട്ടും ഇതൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യം നല്ലോണം ചീകി നമ്മൾ ഹെയർ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ ഒരു ഹെയർ ഡമ്മിയാണ് ഞാനിപ്പോൾ വച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഫ്രണ്ട് വേരിയേഷനാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതിനുള്ള ഒരു മാർക്കിംഗ് പോയിൻ്റ് ഏതാണെന്നറിയോ? നമ്മുടെ ഈ ഐബ്രോയുടെ മിഡിൽ നമ്മൾ എടുക്കുവാണ്. അതായത് ഒരു ബോക്സ് പോലെ എടുക്കണം നമ്മൾ. അതേമാതിരി ഇപ്പുറത്തെ ഐബ്രോയുടെ ഒരു മിഡിൽ നമുക്ക് എടുക്കണം. ബാക്കി ഹെയർ അങ്ങനെ അങ്ങ് പൊയ്ക്കോട്ടെ. അപ്പം ബാക്കിൽ എന്ത് സ്റ്റൈൽ ചെയ്യുന്നു എന്നുള്ളതല്ല, ഞാൻ ഈ ഫ്രണ്ടിൽ നിങ്ങൾ ചെയ്യേണ്ട സ്റ്റൈലാണ് ഇവിടെ കാണിക്കുന്നത്. കറക്റ്റായിട്ടൊരു ബോക്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ബാക്കിലത്തെ ഈ ഹെയർ ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഈ പിടിച്ചേക്കുന്ന ഹെയറില്ലേ, ഇത് നമ്മൾ കുറച്ചായിട്ട് വേണമെങ്കിൽ നമുക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് ബാക്ക് കോമ്പ് ചെയ്യി കൊടുക്കാം. എന്തിനാണെന്നറിയോ? ഒരു പഫിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. മൊത്തത്തിലൊരു ചെറിയൊരു ബാക്ക് കോമ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ബാക്ക് കോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഹെയറിനെ ഒരുമിച്ച് മേളിലേക്ക് എടുക്കുവാണ്. എടുത്തിട്ട് ഞാൻ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട്. ഈ റബ്ബർ ബാൻഡ് ഞാൻ അറ്റത്തായിട്ട് ഞാനിങ്ങനെ കൊടുക്കുകയാണ്. വളരെ ഈസി മെത്തേഡാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. ഇങ്ങനെ കൊടുത്ത ഈ മുടിയെ ഞാനിങ്ങനെ സൈഡിലേക്ക് കൊണ്ടുവരുവാണ്. ഈ സൈഡിലെല്ലാം നമുക്കൊന്ന് ചീകി താഴേക്ക് എടുക്കുക. അപ്പോൾ ഒരു സ്ലാൻഡിങ് മാതിരി നമുക്ക് കിട്ടും. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇവിടെ ഇങ്ങനെ ഒരു സ്ലാൻഡിങ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതിനെ പതിയെ നമ്മളൊന്ന് ചീകിയിട്ട് ഈ മുടിയെ നമ്മൾ ബാക്കിലത്തെ മുടിയുടെ അടിയിലേക്ക് കൊണ്ടുപോവുക. എന്തെങ്കിലും ബൾജിങ് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അത് പതുക്കെ ഒന്ന് ചീകി മാറ്റുക. നമ്മൾ ഇവിടെ കുത്തിയിട്ടുള്ള റബ്ബർ ബാൻഡ് കാണാത്ത മാതിരി വേണം നമ്മൾ ഈ ബാക്കിലേക്ക് സ്ലൈഡ് ചെയ്യേണ്ടത്. ഫുൾ ഹെയർ അഴിച്ചിടുന്ന ആളുകൾക്ക് ഇത് നല്ലതായിരിക്കും. ബാക്കിയുള്ള ഹെയർ ഫുള്ളായിട്ട് നമുക്കിങ്ങനെ ചീകി അങ്ങ് വിടാം. ഇത് എത്രത്തോളം സ്ലാൻഡിങ് വരണമോ അത്രത്തോളം നമുക്ക് കൊണ്ടുവരാം. അത്രയും സ്ലാൻഡിങ് വേണ്ട എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് ആക്കാം. പിന്നെ ഒരു ലൈൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് കുഞ്ഞതായിട്ട് ലൈൻസ് കൊടുത്തിട്ട് നമ്മൾ ഹെയർ സ്പ്രേ ചെയ്യണം. അപ്പോൾ അത് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ റബ്ബർ ബാൻഡ് എന്നിട്ടും മറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ചെറിയ ബീഡ്സോ എന്തെങ്കിലും അവിടെ വെച്ചിട്ട് അതങ്ങ് കവർ ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും പുതിയ ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ.